സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പുസ്തകമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പുസ്തകം അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യ പണ്ഡിതന്റെ ഭാവത്തിൽ നിന്നുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ തലത്തിൽ നിന്നുകൊണ്ടോ ഒന്നുമല്ല, ഒരു സാധാരണ വായനക്കാരന്റെ തലത്തിലാണ്. പക്ഷെ ആ സാധാരണ വായനക്കാരൻ പോലും ഈ പുസ്തകം സാധാരണഗതിയിൽ വായിക്കാൻ എടുക്കില്ല, പിന്നെയല്ലേ അഭിപ്രായം പറയുന്നത്. അത് അധികം സസ്പെൻസ് ഇല്ലാതെ തന്നെ പറയാം, ഇതൊരു കഥകളിക്കാരന്റെ ആത്മകഥയാണ്. ഈ കഥകളിക്കാരുടെ ആത്മകഥകൾ സ്ഥിരം പണ്ട് പീരിയോഡിക്കലിലൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ കഥകളിക്കാരൊക്കെ എന്തിനാ ആത്മകഥ എഴുതുന്നത്? കാര്യം കഥകളി കാണാൻ പോകാറുണ്ട്, ആ കളി കണ്ട് മയങ്ങിയിരിക്കാറുണ്ട്. പക്ഷെ ആത്മകഥയിൽ അവർക്ക് എല്ലാവർക്കും പറയാൻ മിക്കവാറും ഒരേ കാര്യങ്ങളല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ പലരും അവരുടെ ആത്മകഥ എഴുതുന്നതെന്നൊക്കെ ആലോചിച്ച് പോകാറുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നൊരു ഘട്ടത്തിലാണ് കോട്ടയ്ക്കൽ ശിവരാമൻ എന്ന മഹാനായ നടന്റെ സ്ത്രൈണം എന്ന് പേരിട്ട ആത്മകഥ വായിക്കാനിടയായത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയ്ക്കൽ ശിവരാമൻ എന്ന നടൻ ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചല്ല. ആ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ മനസ്സിൽ തടഞ്ഞു നിന്ന രണ്ട് ചരിത്ര സംഭവങ്ങളെ കുറിച്ചാണ്. അത് നമ്മുടെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോട്ടയ്ക്കൽ ശിവരാമൻ നമുക്കറിയാം, സ്ത്രീവേഷത്തിൽ നമ്മുടെ കഥകളി വേദിയിൽ നിറഞ്ഞു നിന്നാണ്. പലപ്പോഴും കോട്ടയ്ക്കൽ ശിവരാമന്റെ ദമയന്തിയെയും പാഞ്ചാലിയെയും സീതയെയും മോഹിനിയെയും ഒക്കെ പ്രണയിച്ചിട്ടുണ്ട്, രാത്രിയുടെ 12 മണിക്കും 1 മണിക്കും ഒക്കെ ഉള്ള സമയത്തൊക്കെ കഥകളി സദസ്സിലിരുന്നുകൊണ്ട്. അദ്ദേഹം ഒരു ആട്ടക്കഥയുടെ കാര്യം പറയുകയാണ്. അത് ലവണാസുരവധം. ലവണാസുരവധം കഥകളിയിൽ ലവണാസുരനെ കൊല്ലുന്നതല്ല ആ കഥയിലെ പ്രധാന ഭാഗം. ഹനുമാനും സീതയും തമ്മിൽ പിന്നീട് നടക്കുന്ന ഒരു സമാഗമമാണ്. ലവനും കുശനും ചേർന്ന് ഹനുമാനെ പിടിച്ചു കെട്ടി സീതയുടെ മുമ്പിൽ കൊണ്ടുചെല്ലും, ഒരു ശത്രുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സീത പെട്ടെന്ന് നോക്കുമ്പോൾ ഈ അമ്പുകൾ കൊണ്ട് ഒരു കയറാക്കി കെട്ടിവരിഞ്ഞ നിലയിലാണ് ഹനുമാൻ അവിടെ എത്തുന്നത്. സീത നോക്കുമ്പോൾ ഹനുമാനാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഹനുമാൻ കാണുന്നത്. ഹനുമാനും സീതയെ കണ്ട് തിരിച്ചറിയുന്നു. ഇവർ രണ്ടുപേരും ഭക്തിയോ സ്നേഹമോ വാത്സല്യമോ ഇതെല്ലാം നിറഞ്ഞൊഴുകുന്ന മനസ്സോടെ പരസ്പരം കാണുന്നതും തിരിച്ചറിയുന്നതും ഹനുമാനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും പിന്നീട് സീതയും ഹനുമാനും തമ്മിൽ നടക്കുന്ന സംഭാഷണവും ഒക്കെയാണ് ആ രംഗം. ആ കഥയിലെ ഏറ്റവും ഹൃദ്യമായ ഭാഗവും അതാണ്. പഴയ കാലത്തൊക്കെ ഈ ലവണാസുരവധത്തിലെ സീത എന്ന കഥാപാത്രത്തെ വലിയ കാര്യമായിട്ടൊന്നും ആരും എടുത്തിരുന്നില്ല. യഥാർത്ഥത്തിൽ കോട്ടയ്ക്കൽ ശിവരാമനെ പോലെയുള്ള ആളുകൾ ഈ വേഷം അണിഞ്ഞു വരാൻ തുടങ്ങിയതിന് ശേഷം ഈ കഥയിലെ സീത ഒരു പ്രധാന കഥാപാത്രമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കെല്ലാം അറിയാവുന്ന, ഒരുപക്ഷെ കഥകളെ അറിയാത്തവർ പോലും കേട്ടിട്ടുള്ള സുഖമോ ദേവി എന്ന പ്രശസ്തമായ പദം ആ ഭാഗത്തുള്ളതാണ്. ഹനുമാൻ ചോദിക്കുന്നതാണ്. സുഖമോ ദേവി എന്നുള്ള പദം ആടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ തമ്മിലുള്ള മനോധർമ്മത്തിലുള്ള സംഭാഷണം. അതിൽ ഹനുമാൻ വിശേഷങ്ങളൊക്കെ പറയും. അവിടെ യാഗം നടക്കുകയാണ്, ശ്രീരാമന്റെ യാഗം നടക്കുകയാണ്. ശ്രീരാമൻ യാഗത്തിന്റെ ഭാഗമായി കുതിരയെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ആ കുതിര ഇവിടെ വന്നപ്പോൾ ഈ കുട്ടികൾ പിടിച്ചു കെട്ടി അതിനെ തിരിച്ചു കൊണ്ടു ചെല്ലാതെ യാഗം പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുതിരയെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ സീത ചോദിക്കും, അപ്പോൾ യാഗം നടത്തണമെങ്കിൽ രാജാവാണല്ലോ യജമാന പത്നി ആയിട്ട് ആരാണുള്ളത്? അപ്പോൾ ഹനുമാൻ പറയും, അതിനവിടെ ഒരു കാഞ്ചന സീതയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ നന്നായി എന്ന് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സീതയെയാണ് ലവണാസുരവധം ആട്ടക്കഥയിലെ ആ തമിഴ് ബ്രാഹ്മണനായ ആ ആട്ടകഥാകർത്താവ് എഴുതി വെച്ചിട്ടുള്ളത് 150 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ തന്നെയാണ് അത് വേദികളിൽ അവതരിപ്പിച്ചു പോകുന്നത്. കോട്ടയ്ക്കൽ ശിവരാമനും ഇത് ഇങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചു പോകുന്നത്. ആ ഘട്ടത്തിലാണ് കോട്ടയ്ക്കൽ ശിവരാമൻ എഴുതുന്നു, കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ കഥകളി അധ്യാപകനായി ജോലി ലഭിക്കുന്നു. ഇപ്പോൾ കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അതിപ്രതാപിയായ ഒരു കവിയുണ്ട്, സാക്ഷാൽ പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുമായി പരിചയപ്പെടുന്നു. പി കുഞ്ഞിരാമൻ നായരിലൂടെ കവിതകൾ പരിചയപ്പെടുന്നു. നിരവധി പ്രശസ്തരായ കവികളുടെ കവിതകൾ വായിക്കുന്നു. ആ വായിച്ച കവിതകളുടെ കൂട്ടത്തിൽ ഒന്ന് കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയുമായിരുന്നു. ചിന്താവിഷ്ടയായ സീത വായിച്ച കോട്ടയ്ക്കൽ ശിവരാമൻ എന്ന കലാകാരന് തോന്നുകയാണ്, ഇതുവരെ ലവണാസുരവധത്തിലെ
അവിടെ യജമാന പത്നിക്ക് പകരം പ്രതിമയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. സന്തോഷമായി എന്ന് പറയുന്ന സീതയല്ല യഥാർത്ഥത്തിൽ അവിടെ ആവിഷ്കരിക്കേണ്ട സീത എന്ന് ചിന്താവിഷ്ടയായ സീത വായിച്ചപ്പോൾ തോന്നി എന്ന് കോട്ടയ്ക്കൽ ശിവരാമൻ തന്റെ ആത്മകഥയിൽ ഒരു നവോത്ഥാന പശ്ചാത്തലത്തിന്റെ ചരിത്ര സൂചകങ്ങളും ഇല്ലാതെ വളരെ സാധാരണമായി എഴുതി വെക്കുകയാണ്. ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്താവിഷ്ടയായ സീത വീണ്ടും എടുത്തു നോക്കി. ആ ഭാഗം അമ്പരപ്പിക്കുന്നതാണ്. സ്വയം ഇന്ന് പാർക്കിൽ ഉത്സ്പൃഹയാൽ കാഞ്ചന സീതയാണ് പോൽ സഹധർമ്മിണി യാഗശാലയിൽ ഗഹനം സജ്ജന ചര്യയോർക്കുകിൽ. അതിസങ്കടമാണു നീതിതൻ ഗതി കഷ്ടം പരതന്ത്രർ മന്നവർ പതിനാടുകടത്തി എന്നെ മൽ പ്രതിമാരാധകനാവതായി ഫലം. ഇങ്ങനെയാണ് എഴുതുന്നത് കുമാരനാശാൻ. ഇവിടെ ചിന്തയുടെ ഇൻവെർട്ടഡ് കോമകൾ അവസാനിക്കുകയാണ്. എന്നിട്ട് ആശാൻ എഴുതുന്നു, അത്രയും ആലോചിച്ചെത്തിയപ്പോൾ സീത ചിന്തയാം വനകല്ലോലിനി തടഞ്ഞ് വിറകൊണ്ടുപോയി എന്നാണ്. അത്രയും തന്റെ പ്രതിമ വെച്ച് യാഗം നടത്തുന്നു എന്നറിയുന്ന സീത ആ ചിന്താവിഷ്ടമായ ആ അവസ്ഥയിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് കുമാരനാശാൻ എഴുതിയ ആ നിമിഷമാണ് ലവണാസുരവധത്തിലെ ആട്ടക്കഥയിലെ അരങ്ങിൽ താൻ വെറും സാധാരണ കുശല പ്രശ്നത്തിന്റെ മറുപടി പോലെ അവതരിപ്പിച്ചു പോയിരുന്നത് എന്ന് കോട്ടയ്ക്കൽ ശിവരാമൻ തിരിച്ചറിയുകയാണ്. പിന്നീടുള്ള വിശേഷങ്ങളൊന്നും ശിവരാമൻ എഴുതുന്നില്ല. പക്ഷേ അതിനുശേഷമുള്ള അരങ്ങുകളിൽ, ലവണാസുരവധം അരങ്ങുകളിൽ നിൽക്കുമ്പോൾ സീതയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്ന തോന്നലോടുകൂടിയാണ് താൻ നിന്നിരുന്നത് എന്ന് വെട്ടിത്തുറന്ന് കോട്ടയ്ക്കൽ ശിവരാമൻ ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഞാൻ ആലോചിച്ചു പോയത് ആ പുസ്തകത്തിലെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ മാത്രമല്ല. നോക്കൂ, നവോത്ഥാനത്തിന്റെ കാലത്തിന്റെ പ്രവർത്തനത്തിന്റെ ചലനത്തിന്റെ ആശയങ്ങൾ ഒരു കലയിലേക്ക് എത്ര കാലം കഴിഞ്ഞ് എത്ര സൂക്ഷ്മമായിട്ടാണ് സന്നിവേശിക്കപ്പെടുന്നത്. 150 വർഷക്കാലം ഈ ആട്ടക്കഥ കണ്ട ആസ്വാദകർ തന്റെ പ്രതിമ വയ്ക്കുന്നറിഞ്ഞ് സന്തോഷിക്കുന്ന സീതയെയാണ് കണ്ടിരുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള അവതരണത്തിലേക്ക് വരാൻ 1.5 നൂറ്റാണ്ട് എടുത്തു എന്നതാണ്. ഇതാണ് നവോത്ഥാന ചലനങ്ങളുടെ വളരെ സൂക്ഷ്മമായ നമ്മുടെ എല്ലാ സാമൂഹിക ശരീരാവസ്ഥകളിലേക്കും സന്നിവേശിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു തലം. ഈ ഭാഗം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരാത്മകഥയൊന്നും സാധാരണഗതിയിൽ ഇത്തരം വീഡിയോ അവതരണത്തിൻ്റെ ഭാഗമായി കടന്നു വരാറില്ല. കോട്ടയ്ക്കൽ ശിവരാമൻ്റെ സ്ത്രൈണം എന്ന ഇതേ ആത്മകഥയിൽ രസകരമായ ഇതുപോലെ ആ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളും ചരിത്ര അവസ്ഥകളും വെളിപ്പെടുത്തുന്ന നിഷ്കളങ്കമായ നിരവധി സൂചനകളാൽ സമ്പന്നമാണ്. നന്ദി.